ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു ബേക്സ് ആൻഡ് കറീസ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ. എന്നാൽ പോലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, അതുപോലെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും റെസിപ്പിയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ പറയാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. അപ്പോൾ ഈ ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ട് 300 ഗ്രാം ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളമൊക്കെ ഫുൾ കളഞ്ഞിട്ട് ഇതുപോലെ തിൻ സ്ലൈസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ തിന്നാക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 2 ടീസ്പൂൺ ചില്ലി സോസ് ചേർക്കുന്നുണ്ട്. സോസിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാം കേട്ടോ. പിന്നെ ഈ ഷെസ്വാൻ സോസ് കയ്യിലുണ്ടെങ്കിൽ അത് 1 ടീസ്പൂൺ ചേർക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് കയ്യിലില്ലെങ്കിൽ നമ്മൾ ആദ്യം ചേർത്ത ചില്ലി സോസ് തന്നെ കുറച്ച് കൂടുതൽ ചേർത്താലും മതിയാവും. പിന്നെ ഇതിലേക്ക് ചെറിയൊരു ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട് ഒരു ചിക്കൻ ക്യൂബിൻ്റെ ഹാഫ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതും ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചിക്കൻ ക്യൂബ് ചേർക്കുന്നുണ്ടെങ്കിൽ ഉപ്പിൻ്റെ അളവ് കുറച്ച് ചേർത്താൽ മതി കേട്ടോ, കാരണം ഇതിൽ ഓൾറെഡി ഉപ്പുള്ളതാണ്. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതിലേക്ക് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് മൈദയിൽ ഡിപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തും കൂടെ വയ്ക്കാം. ഇപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്യാൻ എടുത്തിരിക്കുന്നത്. ചിക്കനിലേക്ക് മൈദ നന്നായിട്ട് കോട്ട് ചെയ്ത ശേഷം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ എണ്ണ ചൂടാവാൻ വയ്ക്കുമ്പം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചൂടാക്കരുത് കേട്ടോ, കാരണം നമ്മൾ ചിക്കൻ ഇട്ട പാടെ തന്നെ ഫുൾ കരിഞ്ഞു പോവും, അതുപോലെ അകമൊന്നും വെന്തും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം എണ്ണ ചൂടാവാൻ വയ്ക്കാൻ. അതുപോലെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനും. ഇപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ആദ്യമായിട്ട് ചിക്കൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ, പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. പിന്നെ ഇതിൻ്റെ അകമൊക്കെ നല്ല സോഫ്റ്റാണ്, അതുപോലെ പുറമേ നല്ല ക്രഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സോസിനോടൊപ്പവും നല്ല ചൂടോടെ കഴിക്കുമ്പം പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ എപ്പോൾ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്